മുറ്റത്തേക്ക് ഇറങ്ങി നിന്നാല് വീടിന് കണ്ണ് കിട്ടും. കളിയാക്കണ്ട. എന്താ ഇത്? പാല്. ഓ, ഡെയിലി പാല് കുടിക്കൂ? അതാ ഇങ്ങനെ ഗുണ്ടായിട്ടിരിക്കുന്നത്. അയ്യോ, എനിക്കല്ല. പിന്നെ രാമേട്ടനാ. എനിക്കോ? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? ഓർമ്മിപ്പിച്ച് നന്നായി. ഇല്ലെങ്കിൽ വ്രതം തെറ്റിയനെ. വ്രതോ? പിന്നെ കല്യാണത്തിന് ശേഷം 41 ദിവസം വ്രതം എടുത്തോളാന്ന് വഴിപാട് അവതരിക്കല്ലേ? എന്തിന്? നമുക്കുണ്ടാകുന്ന കുട്ടികള് ബധിരരോ മൂകരോ ഒന്നും ആകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് പാല്, മുട്ട, ഇറച്ചി, മീന്, പിന്നെ സ്ത്രീ സമാഗമം ഒന്നും പാടില്ല. നമ്മുടെ ഫസ്റ്റ് നൈറ്റ്? അതൊക്കെ 41 ദിവസം കഴിഞ്ഞ് എല്ലാം നല്ലതിന് വേണ്ടിട്ടല്ലേ. എനിക്ക് ഞാനിവിടെ മാറിക്കിടന്നോളാം. നല്ല കുട്ടിയായിരിക്കും നമ്മുടെ കുട്ടിയെ. അയ്യോ രാമൻകുട്ടി എന്തേ കാണിക്കണേ? ദോഷൊന്നും കാണിച്ചില്ലല്ലോ. ഇത് ചേച്ചിയുടെ സീറ്റാ. ചേച്ചി അല്ലാതെ ഇവിടെ ആരിയിരിക്കുന്ന ചേച്ചിക്ക് ഇഷ്ടമല്ല. ചേച്ചി കണ്ടാൽ എന്താ ഉണ്ടാവും അറിയോ? എന്താ മൂക്ക് കേട്ടു? ഇനി മുതൽ ഈ വീട്ടിൽ ആരെവിടെ ഇരിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ രാമൻകുട്ടി തീരുമാനിക്കും, അല്ല ചേച്ചിയല്ല. എന്താ രാമൻകുട്ടി പറയണത്? മലയാളം, പച്ച മലയാളം. അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവും? രാമേട്ടൻ അവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ വലിയ വിടില്ലല്ലോ. നല്ല ടേസ്റ്റ് ഈ കറിക്ക്. ഇതാരുണ്ടാക്കിയതാണ്? അത് ഈ കുട്ടി ഉണ്ടാക്കിയതാ. ഈ കുട്ടി ഉണ്ടാക്കുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റാ. സെക്രട്ടറി കുറച്ചുകൂടെ വിളമ്പൂ. വിളമ്പൂ. എന്ത് വൃത്തിയാണ് നീ കാണിച്ചത്? കൂൾ ഡൗൺ മാഡം, കൂൾ ഡൗൺ. പാവ സർവന്റ്, ഒരു അബദ്ധം പറ്റിയതല്ലേ. ഇരിക്കി മാഡത്തിന് ഞാൻ വിളമ്പി തരാം. പറഞ്ഞാ പോരെ, ഞാൻ വിളമ്പി തരൂല്ലേ? അയ്യോ, നീ എന്താ കാണിച്ചേ? നീ എന്താ വിചാരിച്ചേ? ഇതാരാന്നറിയുമോ? എന്റെ ഭാര്യയുടെ ചേച്ചിയാ. പോക്കറ്റിൽ കാണിക്കോ? ഞാൻ തല്ലും. നീ എന്നെ തല്ലുവല്ലേ? നീ എന്നെ തല്ലു. പോയി. സദാശിവ, എന്താ ഇത്? നിന്നോട് ആര് പറഞ്ഞു ഈ വേഷം ഇട്ട് ഇവിടെ നിൽക്കാൻ? ഒക്കെ രാമൻകുട്ടി ചെയ്ത പണിയാ. ഇന്നലെ എന്നെ കൈക്കോട്ടുകൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഇന്ന് എന്നെ കൈ കൊണ്ടടിച്ചു. എന്നിട്ട് വേഷം ഇടിവിച്ച് എന്നെ നിർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു മാഡത്തിന് തരാൻ വേറൊരു വേഷം തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതെന്ത് വേഷം? പിശാചിന്റെ വേഷം. ചേച്ചി ചേച്ചി, അവൻ എന്നെ തല്ലി. ആര്? ആ രാമൻകുട്ടി, മായയുടെ ഭർത്താവ്. നിന്നോടാരാ ഈ ജോലി ചെയ്യാൻ പറഞ്ഞേ? രാമൻകുട്ടി സാറ്. ആരാടി നിന്നൊക്കെ ഈ ജോലി ഏൽപ്പിച്ചത്? രാമൻകുട്ടി സാറാ. അമ്മായി എന്തായി കാണിക്കുന്നത്? എന്നാലും മോളെ, എനിക്ക് ഈ ഗതി വന്നില്ലേ. ഇന്നലെ വരെ ഞാനൊരു കർച്ചീപ്പ് പോലും കഴുകാത്തല്ലേ മോളെ. കണക്കിന് പോയി അവന്റെ ഉടുതുണി പോലും ഞാൻ കഴുകേണ്ടി വരില്ലേ മോളെ? എന്താ ചേച്ചി എന്നെ വിളിച്ചോ? മാഡം വെയിലത്തുനിന്ന് വന്നല്ലേ, നല്ല ക്ഷീണം കാണും. യു വാണ്ട് ഫ്രൂട്ട്സ് ഓർ സോഫ്റ്റ് ഡ്രിങ്ക്സ്? കൊക്കോകോള, ഫാന്റ, മിറാണ്ട. രാമൻകുട്ടി, എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചേച്ചി, ദുരുദ്ദേശം തന്നെ. അയ്യോ ചേച്ചി, നശിപ്പിക്കാനൊന്നും എനിക്ക് ഭാവമില്ല. പക്ഷേ ഞാൻ ഈ തറവാടിന്റെ നടുക്ക് ഒരു ചെറിയ കുളം കുഴി. ആ കുളം ഞങ്ങൾ വികസിപ്പിച്ച് വലിയൊരു സ്വിമ്മിംഗ് പൂൾ ആക്കും, ഇല്ലേ ബോസ്? എന്നിട്ട് ഞാൻ അവിടെ നീന്തി കുളിക്കും. അധികം നാൾ നിനക്ക് ഇവിടെ വിലസാൻ കഴിയില്ല. അല്പായുസാ നീ. അതുകൊണ്ടാ ഇങ്ങനെയുള്ള ദുർബുദ്ധിയൊക്കെ തോന്നുന്നത്. ഇവനോട് ആദ്യം സംസാരിക്കണം മാഡം. പിടിച്ചു വെളിയിലിറക്കി ചേട്ടേ. അയ്യേ, കയ്യാങ്കളിക്ക് സമയം ആവട്ടെ. ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും ആവശ്യമില്ല സംസാരിച്ചാലും. മാഡം, കണ്ടതല്ല കാണാൻ പോകുന്നത്. കാണാത്ത പലതും ഇനി കാണേണ്ടി വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. കൂർക്ക ചേച്ചി, എന്താടോ?
എന്താണോ എന്ത് എന്താണെന്ന് എന്താണ് എന്താണ് അത് തന്നെ ചോദിച്ചത് എന്താണെന്ന്. എന്നാ പോ നിങ്ങള് പോ ആ പോ. നിങ്ങള് പോ പോകാം. ഈ പോക്കിൽ എന്തോ പന്തികേടുണ്ട്. കുളിക്കാറുണ്ടോ? കുളിച്ചോണ്ടിരുന്നോ? ഈ വഴിമുടക്കിയെ കൊണ്ട് തോറ്റു പണ്ടാറക്കാൻ. നീ വാലടക്ക്. ബാക്കി ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞല്ലോടാ ഞാൻ പൊളിച്ചു തരാം. തെമ്മാടിത്തരോ? തെമ്മാടിത്തരം കാണിച്ചതേ നിങ്ങൾ പുന്നാരെ ആങ്ങ. അന്തിക്കൂട്ടിന് ആളെ ലക്ഷ്യം വന്നത് അടുക്കളക്കാരിയുടെ അടുത്ത്. ഇവനെയൊക്കെ പിടിച്ച് പെട്ടെന്ന് പെണ്ണ് കടിച്ചോ കേട്ടോ, അല്ലെ കുടുംബത്തിന് നാണക്കേടാ. ഇവനാ ഇവനെ എന്നെ തല്ലിക്കൊല്ല്. എന്റെ വിധി സ്വന്തം ഭാര്യയെ ഒരു കള്ളനെ പോലെ വന്ന് കാണുക. സത്യ ഇവളെന്റെ ഭാര്യ. ഇത് കണ്ടോ? അത് ശരി. എന്നിട്ട് എന്തിനാണ് ഇത്രയും കാലം നീ ഒളിച്ചു വെച്ചത്? ഇക്കാര്യം പുറത്തറിയിച്ച ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് ചേച്ചി പറഞ്ഞു. പലപ്പോഴും ഇവളെ കഷ്ടപ്പെടുന്നുണ്ട്. ഇവളെയും കൂട്ടി ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകാൻ ശ്രമിച്ചതാ. പക്ഷെ ഇവള് സമ്മതിച്ചില്ല. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഒളിച്ചും പാത്തുള്ള ജീവിതം ഒന്നും വേണ്ട. മേഡത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ച് സുഖമായിട്ട് ഒന്നിച്ച് ജീവിക്കും. കുട്ടിക്കടാ കുഴപ്പമില്ല കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാരും അനുഗ്രഹിച്ചു. നോക്കി നിൽക്കാതെ അവളെ വിളിച്ച് മുറി പോടാ. കള്ളമാണ്, പച്ച കള്ളമാണ് ചേച്ചി പറയുന്നത്. ഇങ്ങനെ ഒരു വിൽപ്പത്രം അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. നിനക്ക് ഉറപ്പാണോ? ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ ഉറപ്പില്ല. അച്ഛൻ വിൽപ്പത്രം എഴുതിയിട്ടുണ്ടോ? അതുണ്ട്. അത് എവിടെയാണെന്നറിയോ? അറിയാം. പക്ഷേ എന്താ ഒരു പക്ഷേ? പക്ഷെ അത് ചേച്ചിയുടെ മുറിയില്ല. എങ്കിലും ഒരു പക്ഷേ ഇല്ല. ഇന്ന് രാത്രി നമ്മള് രണ്ടുപേരും കൂടി അത് മോഷ്ടിക്കുന്നു. തലവണ അടിയിൽ ഹലോ, മുരിങ്ങാട്ടറ കുരുവിള സാറിന്റെ വീട്ടിലെ സാറിനൊന്ന് കിട്ടോ? അത്യാവശ്യ കാര്യം പറയാനാ. റോങ് നമ്പർ.